പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് കുര്യൻ തോമസ് എന്നാണ്. എന്നോട് ചോദിച്ച ഒരു ചോദ്യം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ലയോ? പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ബൈബിൾ വചന അടിസ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് അതിനുള്ള ഡീറ്റെയിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ ലേഖനം 13 ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-5 വരെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനാണ് ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അതിന് ഉത്തരം പറയുന്നത്, അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇതിനിങ്ങനെ എൻ്റെ അർത്ഥം എന്താണ്? മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. ഇന്നിപ്പം കുറേ ഗലീലക്കാരെ കൊന്നിട്ട് അവരുടെ രക്തം അവിടെ ഒഴുക്കി വിട്ടു. അവർ മരിച്ച സമയത്ത് ചോദിക്കുന്നു, ഇവർ മറ്റുള്ളവരെക്കാൾ വലിയ പാപികളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, അവർ ഇപ്പോൾ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ട് അവരല്ല എന്ന് പറയുന്നു. നമ്മളും ഇനി കുറച്ച് നാളും കൂടെ ജീവിക്കുന്നു, ഇനി 5 വർഷം 10 വർഷം അല്ലെ 50 വർഷം ജീവിച്ചിട്ട് നമ്മളും മാനസാന്തരപ്പെടാതെ മരിക്കുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ ആത്മാവ് നശിച്ചു പോകുവാൻ ഇടയായിത്തീരും. പിന്നെ അടുത്തത് പറയുന്നു, അല്ലല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നെന്ന് തോന്നുന്നുവോ? അതിന് ഉത്തരം അതുതന്നെയാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാതിരുന്നാൽ അത് ആരാണേലും എപ്പോഴാണേലും ഏത് സമയത്താണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇപ്പോൾ ഗലീലയിലെ ശിലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരെ കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ ചോദിച്ചതിന് അല്ലല്ല, അവരിപ്പോൾ മരിച്ചു. നിങ്ങളിനി ഒരു 10, 25, 50 വർഷം കൂടെ ജീവിച്ചാലും നിങ്ങൾ മാനസാന്തരപ്പെടാതെ മരിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അത് തന്നെയായിരിക്കും നിങ്ങളുടെയും അനുഭവം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ മരിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ ക്ലിയറാണ്. അപ്പോൾ മാനസാന്തരപ്പെടാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കിയല്ല. ഇനി നമ്മൾ മത്തായി 11:20 കൂടെ നമുക്ക് നോക്കാം. അവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം നമുക്ക് നോക്കാം. 11:20, പിന്നെ ഞാൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മെക്കുക നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങിയെന്ന് എഴുതിയേക്കുന്നു. അപ്പോൾ കർത്താവ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത 2 പട്ടണമാണ് ബേത്സൈദ കോരസീന. അവിടെ ആരും മാനസാന്തരപ്പെടാങ്ങിയാൽ കർത്താവ് തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്ക നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ മാനസാന്തരം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കർത്താവ് അവരെ മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ട് ശാസിച്ചു. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഇന്ന് എന്താണ്? അത്ഭുതങ്ങളാണ് വേണ്ടത്. അവിടെയാണ് ഇന്നത്തെ പ്രശ്നം. അത്ഭുതത്തിന് വേണ്ടി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മാനസാന്തരമില്ലെങ്കിൽ നിങ്ങൾ എത്ര അത്ഭുതം നടത്തിയാലും ഒരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ പറയുന്നു, താഴെ പറയുന്നു, കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോനും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ സീതോനും സോറിലും ഈ അത്ഭുത പ്രവൃത്തികൾ നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. നിങ്ങളിവിടെ നടന്നിട്ട് മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരനും സീതോനും സഹിക്കാതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത്ഭുതങ്ങളല്ല കാര്യം, നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിലാണ് കാര്യം. അതുകൊണ്ട് കർത്താവ് ആൾക്കാർ പെടാഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ ഒരിടത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് ഈ പട്ടണത്തിൽ കയറാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ വായിക്കുന്നില്ല, ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഒരു കുരുടൻ അവിടെ വന്ന് സൗഖ്യമാക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് ആ കുരുടനെ ആ ഊരിന് വെളിയിൽ കൊണ്ടുപോയിട്ട്
അവനെ സൗഖ്യമാക്കിയിട്ട് പറയുന്നു, നീ ഇനി ഈ ഊരിൽ കടക്കരുതെന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് അവിടെ കടക്കുന്നില്ല, ആ സൗഖ്യമാക്കിയവനെ അവിടെ കയറ്റാൻ അനുവദിക്കുന്നുമില്ല. അപ്പോൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ കാണത്തില്ല എന്ന് വളരെ ക്ലിയറായിട്ട് അവിടെ മെസ്സേജ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് വേണ്ടിയ മെസ്സേജ് മാനസാന്തരം എന്നുള്ള സംഗതിയാണ്. അപ്പോൾ മാനസാന്തരപ്പെടാതെ ഓരോരുത്തർക്കും സ്വർഗരാജ്യത്തിൽ കടന്നു പോകാനും കഴിയത്തില്ല. വേറൊരു വചനം കൂടെ വാങ്ങിക്കും. 2 തെസ്സലോനി 2:9, 10, 11 നമുക്ക് വായിച്ച് നോക്കാം. അവിടെ എഴുതിയേക്കുന്നത് അത് തന്നെയാണ്. 2 തെസ്സലോനി 2:10, 11. 2 തെസ്സലോനി 2 അധർമ്മമൂർത്തിയുടെ 9, 10, 11. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സ്ഥലവഞ്ചനയോടും കൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. എന്നിട്ട് പറയുന്നു, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്ന എഴുതിയിരിക്കുന്നത്. അപ്പോൾ സത്യം കേട്ടിട്ടും അത് അനുസരിക്കാതെയോ മാനസാന്തരപ്പെടാതെയോ പോഷ്കിൽ വിശ്വസിച്ച് അതാണ് സത്യമെന്ന് പറഞ്ഞിരിക്കുന്നവരെ ദൈവം അവർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി, അതായത് അങ്ങനെ തന്നെ പോയി നശിച്ചു പോകാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ഒരു വചനം കൂടെ വായിച്ചോട്ടെ. അതിൻ്റെ 2 തെസ്സലോനി 1:6. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ടൈം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.